കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് യാത്ര ആരംഭിക്കുന്നത്. മുംബൈയിലേക്കാണ് യാത്ര. മഹാരാഷ്ട്രയിലെ റായ്ഗഡ് ജില്ലയിലെ മാഥിരാൻ എന്ന പ്രകൃതിരമണീയമായ ഒരു ബ്യൂട്ടിഫുള്ളായ സ്ഥലത്തേക്കാണ് ഈ യാത്ര. വാഹനഗതാഗതം പൂർണ്ണമായി നിരോധിക്കപ്പെട്ട ഏഷ്യയിലെ ഏക പരിസ്ഥിതി സൗഹൃദ മലയോര വിനോദസഞ്ചാര കേന്ദ്രമാണ് മാഥിരാൻ. മുംബൈയിൽ നിന്ന് ഏകദേശം 90 കിലോമീറ്ററും പൂനെയിൽ നിന്ന് 120 കിലോമീറ്ററുമാണ് ഇവിടേക്കുള്ള ദൂരം. തുരങ്കപാതകൾ പിന്നിട്ട് മുംബൈയിലേക്ക് യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കോഴിക്കോടിൽ നിന്നും യാത്ര തുടങ്ങി 30ഓളം മണിക്കൂറുകൾ യാത്ര ചെയ്ത് 1.5 ദിവസത്തിന് ശേഷമാണ് മുംബൈയിലെ പനവേലിലേക്ക് എത്തിയത്. മുംബൈ പനവേൽ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി അവിടെ നിന്ന് നേരനിലേക്ക് പോകാനാണ് ഉദ്ദേശിക്കുന്നത്. ഒരു ബസ്സിൽ കയറി മാഥിരാൻ്റെ അടുത്തുള്ള പ്രദേശമായ നേരനിലേക്കാണ് യാത്ര. നേരനിൽ നിന്ന് മാഥിരാനിൽ വന്ന് പ്രഭാത സമയത്ത് മാഥിരാനിലേക്ക് പ്രവേശിക്കുകയാണ്. വെൽക്കം ടു മാഥിരാൻ. വാഹനഗതാഗതം പൂർണ്ണമായി നിരോധിക്കപ്പെട്ടതുകൊണ്ട് തന്നെ യാത്ര ചെയ്യാൻ ടാർ ചെയ്യാത്ത ചെമ്മൺ റോഡുകളിലൂടെ കുതിരവണ്ടിയും മനുഷ്യർ വലിക്കുന്ന റിക്ഷകളും ഇവിടെ ഗതാഗതത്തിനായി ഉപയോഗിക്കുന്നു. പ്രകൃതിരമണീയമായ പാതകളിലൂടെയും വനങ്ങളിലൂടെയും കാൽനട യാത്ര ആസ്വാദകരമാണ്. വർഷം മുഴുവനും സുഖകരമായ കാലാവസ്ഥയാണ് ഇവിടുത്തെ കാലാവസ്ഥ. എങ്കിലും മൺസൂൺ കാലങ്ങളാണ് ഒന്നുകൂടെ ഈ സ്ഥലത്തെ ഭംഗിയാക്കുന്നത്. ചാറ്റൽ മഴയത്ത് കൂട്ടിട്ട് ചാറ്റൽ മഴയിലൂടെ ഉള്ള നടത്തം അത് വല്ലാത്തൊരു അനുഭൂതിയാണ്. മരങ്ങളിൽ നിന്ന് ഞാവൽ പഴങ്ങൾ പറിച്ചും അതുപോലെ ഈ ചാറ്റൽ മഴയുടെ കുളിരേറ്റുമുള്ള ഈ സുന്ദരമായ കാറ്റുമേറ്റ് ഈ ഭൂമിയിലൂടെ നടക്കാൻ വല്ലാത്തൊരു രസമാണ്. ടോയ് ട്രെയിൻ റൈഡ് ഇവിടുത്തെ മറ്റൊരു അനുഭവമാണ്. നേരനിൽ നിന്ന് മാഥിരാനിലേക്കുള്ള നാരോ ഗേജ് ഹെറിറ്റേജ് ട്രെയിനുകൾ. ഈ പ്രകൃതിയുടെ കാറ്റേറ്റ് ഇവിടുത്തെ സുന്ദരമായ കാഴ്ചകൾ കണ്ട് ഈ ഹിൽ സ്റ്റേഷനിലൂടെയുള്ള യാത്ര 21 കിലോമീറ്ററാണ്. 2 മുതൽ 2.5 മണിക്കൂർ വരെയാണ് യാത്രാ ദൈർഘ്യം. 1907 ഉദ്ഘാടനം ചെയ്ത് ഇന്ത്യൻ റെയിൽവേയുടെ കീഴിൽ പ്രവർത്തിക്കുന്നതാണ് ഈ ട്രെയിൻ. 10 മുതൽ 20 km/h ആണ് ഇതിൻ്റെ സ്പീഡ്. തടി സീറ്റുകളുള്ള വിൻറ്റേജ് കോച്ചുകളിൽ സമൃദ്ധമായ വനങ്ങൾ, തുരങ്കങ്ങൾ, കുന്നുകൾ എന്നിവയിലൂടെ പിന്നിട്ട് മനോഹരമായ കാഴ്ചകൾ ആസ്വദിച്ച് യാത്ര ചെയ്യാം. മനോഹരമായ സ്ഥലങ്ങളിൽ ഈ ട്രെയിൻ നിർത്തുന്നതാണ്. ഈ ടോയ് ട്രെയിനിൽ യാത്ര ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർ മുൻകൂട്ടി ബുക്ക് ചെയ്തു പോവേണ്ടതാണ്. ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ ഉത്ഭവ സ്ഥലമാണിവിടെ. ഈ മലമുകളിൽ നിന്ന് വെള്ളം താഴേക്ക് ഒഴുകുന്നു. ധാരാളം വ്യൂ പോയിൻറ്റ്സുകൾ ഇവിടെയുണ്ട്. 360 ഡിഗ്രി കാഴ്ചയൊരുക്കുന്ന പനോരമ പോയിൻ്റ്, സൂര്യോദയം സൂര്യാസ്തമയം മനോഹര കാഴ്ചകൾ ഒരുക്കുന്ന ലൂയിസ് പോയിൻ്റ്, ശബ്ദം തിരികെ കേൾക്കുന്ന എക്കോ പോയിൻ്റ്, അതിശയിപ്പിക്കുന്ന കാഴ്ചകളും വികൃതി കുരങ്ങുകളുമുള്ള മങ്കി പോയിൻറ്റ്സ്, അലക്സാണ്ടർ പോയിൻ്റ്, റാംബോഗ് പോയിൻ്റ്, വൺ ട്രീ ഹിൽസ് പോയിൻ്റ്, ഷാർലറ്റ് തടാകം ഇതൊക്കെ ഇവിടുത്തെ മനോഹര കാഴ്ചകളാണ്. ടോയ് ട്രെയിനിൽ റൈഡ് നടത്തുന്ന അനുഭവം പോലെ പോണി റൈഡിങ് ഇവിടുത്തെ ഒരു അനുഭവമാണ്. കുതിരപ്പുറത്ത് ഹിൽ സ്റ്റേഷനുകളിലൂടെ കറങ്ങി കാഴ്ചകൾ കണ്ട് നമുക്ക് കുതിരപ്പുറത്ത് യാത്ര ചെയ്യാം. ഒരൊറ്റ ദിവസം കൊണ്ട് കണ്ടു തീർക്കാവുന്നതല്ല മാഥിരാനിലെ കാഴ്ചകൾ. ധാരാളം കാഴ്ചകൾ ഇവിടെ ഉള്ളതുകൊണ്ട് തന്നെ 3 ദിവസം ടെൻറ്റ് കെട്ടി ഇവിടെ താമസിച്ചു. 3 ദിവസം രാത്രി തണുപ്പേറ്റ് തണുപ്പുള്ള കാറ്റുകൾ ആസ്വദിച്ച് ഈ ടെൻറ്റുക്കുള്ളിൽ താമസിച്ചു. ചുറ്റുമുള്ള കുന്നുകൾ, താഴ്വരകൾ, തടാകങ്ങൾ എന്നിവയുടെ 360 ഡിഗ്രി കാഴ്ചകൾ പ്രദാനം ചെയ്യുന്ന പനോരമ പോയിൻ്റാണ് ഇത്. മാഥിരാനിലെ പ്രശസ്തമായ വ്യൂ പോയിൻ്റുകളിൽ ഒന്നാണിത്. അതിശയകരമായ കാഴ്ചകൾ ഇവിടെ ഒരുക്കുന്നു. പർവ്വതനിരകൾ, കൊങ്കൺ താഴ്വരകൾ, അടുത്തുള്ള തടാകങ്ങൾ എന്നിവയുടെ കാഴ്ചകളുടെ കാണാം. പ്രകൃതിയുടെ മനോഹാരിതയുടെ അതിമനോഹരമായ കാഴ്ചകൾ പകർത്താൻ ഇവിടെ സാധിക്കും. അതിനെ ബാക്ക്ഗ്രൗണ്ടാക്കി നല്ല ഫോട്ടോ എടുക്കാനും ഇവിടെ സാധിക്കുന്നതാണ്. ശാന്തമായ അന്തരീക്ഷം വിശ്രമിക്കാനും ആസ്വദിക്കാനും ഇവിടെ വഴിയൊരുക്കുന്നു. മാഥിരാൻ മാർക്കറ്റിൽ നിന്ന് 1 കിലോമീറ്ററാണ് ഇവിടേക്കുള്ള ദൂരം. 800 മീറ്റർ, അതായത് 2625 അടിയാണ് ഇവിടുത്തെ ഉയരം.